+1 ഫിസിക്സിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വർക്ക് എനർജി തിയറമാണ്. അത് സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ചോദിക്കും കേട്ടോ. അത് റിപ്പീറ്റഡ് ആണ്. പിന്നെ ടോർക്കും ആംഗുലർ മൊമെൻറ്റവും സ്റ്റേറ്റ് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. പിന്നെ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ പ്രൊജക്ടൈൽ മോഷനെ പറ്റിയിട്ടുള്ള എല്ലാം പഠിക്കണം കേട്ടോ. അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. അത് ഷുവറാണ്, അത് റിപ്പീറ്റഡുമാണ്. പിന്നെ സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എഴുതാനും അതൊക്കെ പ്രൂഫ് ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വാട്ട് ഈസ് വിസ്കസ് ഫോഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ കോഎഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി. ഇത് 2023 24 ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്. എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2023 24 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ലാ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലാ ഇൻ തെർമോഡൈനാമിക്സ്, 0th ലാ ഇൻ തെർമോഡൈനാമിക്സ്. ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ ഹൂക്സ് ലാ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്റ്റേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ പാരലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇത് വിട്ട് കളയരുത് കേട്ടോ. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ തന്നിട്ട് അതിൻ്റെ നമ്പേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും കേട്ടോ. അപ്പം അതും പല രീതിക്ക് ചോദിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.